നമസ്തേ. സമൂഹത്തിന് ഗുണം ചെയ്യുന്ന നിരവധി കർമ്മങ്ങൾ, നിരവധി യജ്ഞങ്ങളെക്കുറിച്ച് വേദത്തിൽ പറയുന്നുണ്ട്. ആ യജ്ഞങ്ങൾ നമ്മൾ ഫലം ആഗ്രഹിക്കാതെ, അതായത് നിഷ്കാമമായിട്ട്, യാതൊരു കാമനകളുമില്ലാതെ, ഫലം ആഗ്രഹിക്കാതെ ചെയ്യണം. ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യണം. ഇത് ഈശ്വരനു വേണ്ടി ചെയ്യുന്ന ഒരു എളിയ സേവയാണ്, ഒരു ചെറിയ സേവയാണ് എന്നുള്ള ഭാവത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മം നമ്മൾക്ക് ബന്ധനം നൽകുകയില്ല, ആ കർമ്മം നമ്മളെ ബന്ധിക്കുകയില്ല. ഈ അർത്ഥത്തിൽ തന്നെയാണ് ശങ്കരാചാര്യസ്വാമികൾ അദ്വൈത വേദാന്തത്തിൻ്റെ സമർത്ഥകനായിട്ടുള്ള, പ്രചാരകനായിട്ടുള്ള ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത്, വേദോ നിത്യമധീയതാം, വേദം എന്നും അധ്യയനം ചെയ്യണം, എന്നും അത് ഉപദേശിച്ചു കൊടുക്കണം. അതുമാത്രമല്ല, തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തദുദിതം, ആ വേദത്തിൽ പറയപ്പെട്ടിട്ടുള്ള, ഉപദേശിക്കപ്പെട്ടിട്ടുള്ള, അതിൽ വിധിക്കപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠീയതാം, അത് അനുഷ്ഠിക്കുകയും ചെയ്യണം. അപ്പോൾ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അത് നമ്മെ ബന്ധനത്തിലാക്കില്ലേ എന്നൊരു ചോദ്യമുണ്ടാകാം. കർമ്മങ്ങളെല്ലാം ബന്ധിപ്പിക്കുന്നത് തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ രണ്ട് കണ്ടീഷനാണ് അവിടെ ആചാര്യന്മാർ പറയുന്നത്. കർമ്മം നമ്മളെ ബന്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കാമനയില്ലാതെ ചെയ്യുക, നിഷ്കാമമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫലത്തിൽ ആഗ്രഹമില്ലാതെയും ചെയ്യുക, ഈശ്വരാർപ്പണ ബുദ്ധിയോട് കൂടിയിട്ടും ചെയ്യുക. നിഷ്കാമമായിട്ട് ചെയ്യുക, അതായത് ഫലം ആഗ്രഹിക്കാതെ ചെയ്യുക, സേവാഭാവത്തിൽ ചെയ്യുക. മറ്റൊന്ന് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുക. ഈശ്വരൻ്റെ ഒരു സേവകനായിട്ട് നിന്ന്, ഒരു ഭൃത്യനായിട്ട് നിന്ന് ചെയ്യുന്നത് പോലെ ആ കർമ്മം ചെയ്ത് പൂർത്തിയാക്കുക. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ നിന്ന് കൊടുക്കുക. അപ്പോൾ ആ കർമ്മം നമ്മളെ ബന്ധിക്കുകയില്ല. പിന്നെ എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിഷ്കാമമായിട്ടും ഈശ്വരാർപ്പണ ബുദ്ധിയോടും കൂടി ചെയ്യുന്ന അത്തരത്തിലുള്ള കർമ്മം നമ്മുടെ ചിത്തത്തെ കൂടുതൽ നിർമ്മലമാക്കും, കൂടുതൽ ശുദ്ധമാക്കും. അങ്ങനെ ശുദ്ധമാകുന്ന മനസ്സിൽ, ശുദ്ധമായിട്ടുള്ള അന്തഃകരണത്തിൽ അറിവ് പ്രകാശിക്കുകയും ചെയ്യും. ആ അറിവാണ് പിന്നീട് നമുക്ക് മുക്തിക്ക് കാരണമായിട്ട് തീരുന്നത്.